അധ്യായം 16 അരുൾമൊഴിവർമ്മൻ ഏകദേശം 980 വർഷങ്ങൾക്ക് മുൻപ് 1950 എഴുതിയത് ഇരാജകേസരിവർമ്മൻ പരാന്തക സുന്ദര ചോഴ ചക്രവർത്തി തെക്കേ ഇന്ത്യയിലെ അതുല്യനായ ഭരണാധികാരിയായിരുന്നു. നമ്മുടെ കഥ തുടങ്ങുന്നതിന് 12 വർഷം മുൻപാണ് അദ്ദേഹം സിംഹാസനത്തിൽ ഏറിയത്. കഴിഞ്ഞ 100 വർഷങ്ങളായി ചോഴന്മാരുടെ ശക്തി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ചോഴ സാമ്രാജ്യം 4 ദിക്കിലേക്കും വികസിച്ചു. എങ്കിലും സുന്ദരചോഴൻ അധികാരത്തിലെത്തിയപ്പോൾ തെക്കും വടക്കും ശത്രുക്കൾ ശക്തരായിരുന്നു. സുന്ദരചോഴന് മുൻപ് ഭരിച്ചിരുന്ന കണ്ഠരാദിത്തൻ ശിവഭക്തനായിരുന്നതിനാൽ ശിവജ്ഞാന കണ്ഠരാദിത്തൻ എന്നറിയപ്പെട്ടു. രാജ്യവികസനത്തിൽ അദ്ദേഹം വലിയ താൽപര്യം കാണിച്ചില്ല. കണ്ഠരാദിത്തനു ശേഷം അധികാരത്തിലെത്തിയ അദ്ദേഹത്തിന്റെ സഹോദരൻ അരിഞ്ചേയർ 1 വർഷം മാത്രമാണ് സിംഹാസനത്തിലിരുന്നത്. തൊണ്ടൈ നാട്ടിലെ ആറ്റൂർ എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം അന്തരിച്ച ശേഷം അദ്ദേഹത്തിന്റെ മകൻ പരാന്തക സുന്ദര ചോഴൻ തഞ്ചാവൂരിലെ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടു. ഒരു ചക്രവർത്തിക്ക് വേണ്ട എല്ലാ ഉത്തമ ഗുണങ്ങളും സുന്ദരചോഴനുണ്ടായിരുന്നു. യുദ്ധനൈപുണ്യമുള്ള അദ്ദേഹം ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ തെക്ക് ദിശയിലേക്ക് പടയെടുത്തു. സേവൂർ എന്ന സ്ഥലത്ത് വച്ച് ചോഴ സൈന്യവും പാണ്ഡ്യസൈന്യവും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നു. ആ സമയം മധുരയിലെ രാജാവായിരുന്ന വീരപാണ്ഡ്യനെ സഹായിക്കാൻ സിംഹള രാജാവായിരുന്ന മഹിന്ദൻ വലിയൊരു സൈന്യത്തെ അയച്ചിരുന്നു. ചോഴരുടെ മൈറ്റി സൈന്യം സേവൂരിൽ വച്ച് പാണ്ഡ്യരുടെയും സിംഹളരുടെയും സൈന്യത്തെ തകർത്തു. വീരപാണ്ഡ്യൻ സൈന്യവും കിരീടവും കൂട്ടാളികളെയും നഷ്ടപ്പെട്ട് ജീവൻ മാത്രം രക്ഷിക്കാൻ വേണ്ടി യുദ്ധക്കളത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. മരുഭൂമിക്ക് നടുവിലുള്ള ഒരു ഗുഹയിൽ ഒളിച്ചു താമസിച്ച അദ്ദേഹം കാലം കഴിച്ചു. സേവൂർ യുദ്ധത്തിൽ സിംഹള സൈന്യം ഏതാണ്ട് പൂർണ്ണമായി നശിച്ചു. ശേഷിച്ച ചില സൈനികർ കീർത്തിയും വീര്യവും യുദ്ധക്കളത്തിൽ സമർപ്പിച്ച് ജീവൻ മാത്രം കയ്യിലെടുത്ത സിംഹള നാട്ടിലേക്ക് ഓടിപ്പോയി. പാണ്ഡ്യരുമായിട്ടുള്ള യുദ്ധത്തിൽ സിംഹള രാജാക്കന്മാരിടപെട്ട് പാണ്ഡ്യസൈന്യത്തിന് സഹായം നൽകുന്നത് കുറച്ചു കാലങ്ങളായി തുടരുന്നൊരു പതിവായിരുന്നു. ഈ പതിവ് വേരോട് പിഴുതെറിയാൻ സുന്ദരചോഴ ചക്രവർത്തി ആഗ്രഹിച്ചു. അതുകൊണ്ട് സിംഹള രാജാക്കന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ചോഴ സൈന്യത്തെ ലങ്കയിലേക്ക് അയക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കുടുംബാളൂർ ചെറിയ വേളാൻ എന്ന പ്രഭുവിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യത്തെ സിംഹളയിലേക്ക് അയച്ചു. നിർഭാഗ്യവശാൽ ചോഴ സൈന്യത്തിന് ഒരേയൊരു തവണ കൊണ്ട് സിംഹളയിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. അതിനുവേണ്ട കപ്പൽ സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. ആദ്യമായി പുറപ്പെട്ട സൈന്യം മുൻകരുതലുകളില്ലാതെ ധൈര്യത്തോടെ മുന്നോട്ടുപോയി. മഹിന്ദരാജന്റെ സൈന്യാധിപൻ സേന എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ സിംഹള സൈന്യം ചോഴ സൈന്യത്തിന്റെ ഒരു ഭാഗത്തെ അപ്രതീക്ഷിതമായി വളഞ്ഞു. ഭയങ്കരമായ യുദ്ധം നടന്നു. അതിൽ ചോഴ സൈന്യാധിപനായിരുന്ന പരാന്തകൻ ചെറിയവേളാൻ തന്റെ വീര്യം നിലനിർത്തിക്കൊണ്ട് ജീവൻ വെടിഞ്ഞു. ഈഴത്തുപട്ട പരാന്തകൻ ചെറിയവേളാൻ എന്ന പേരിൽ അദ്ദേഹം ചരിത്രരേഖകളിൽ സ്ഥാനം പിടിച്ചു. ഈ വാർത്ത മരുഭൂമിയിൽ മലയിടുക്കിൽ ഒളിച്ചു താമസിച്ചിരുന്ന വീരപാണ്ഡ്യന് ലഭിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും ധൈര്യത്തോടെ പുറത്തുവന്നു. വീണ്ടും വലിയൊരു സൈന്യത്തെ ഒരുക്കി യുദ്ധം ചെയ്തു. ഇത്തവണ പാണ്ഡ്യസൈന്യം വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയതിനോടൊപ്പം വീരപാണ്ഡ്യൻ ജീവൻ വെടിയുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ സുന്ദരചോഴന്റെ ആദ്യപുത്രനായ ആദിത്യ കരികാലൻ മുൻപന്തിയിൽ നിന്ന് യുദ്ധം ചെയ്തു. വീരപാണ്ഡ്യന്റെ തലയെടുത്ത കോപ്പരകേസരി എന്ന സ്ഥാനപ്പേരും നേടി. എങ്കിലും സിംഹള രാജാവായിരുന്ന മഹിന്ദനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന ആഗ്രഹം സുന്ദരചോഴ ചക്രവർത്തിക്ക് മാത്രമല്ല, ചോഴനാട്ടിലെ സൈന്യാധിപന്മാർ, പ്രഭുക്കന്മാർ, സൈനികർ എന്നിവരുടെ എല്ലാ മനസ്സിലുണ്ടായിരുന്നു. പടയെടുത്തു പോകാൻ വലിയൊരു സൈന്യവും തയ്യാറായി. അതിന് നേതൃത്വം വഹിക്കുന്നത് ആരാണെന്ന ചോദ്യമുയർന്നു. സുന്ദരചോഴന്റെ മൂത്തപുത്രനായ യുവരാജാവായിരുന്ന ആദിത്യകരികാലൻ ആ സമയത്ത് വടക്ക് ദിശയിലേക്ക് പോയിരുന്നു. തിരുമുനൈപാടിയിലും തൊണ്ടൈ മണ്ഡലത്തിലും കുറച്ചുകാലങ്ങളായി ആധിപത്യം സ്ഥാപിച്ച രാഷ്ട്രകൂട സൈന്യങ്ങളെ തോൽപ്പിച്ച് പുരാതനമായ കാഞ്ചി നഗരത്തെ തന്റെ ആസ്ഥാനമാക്കുകയും കൂടാതെ വടക്ക് ദിശയിലേക്ക് പടയെടുക്കാൻ ഒരുങ്ങുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ സിംഹളയിലേക്കുള്ള സൈന്യത്തിന് നേതൃത്വം വഹിക്കാൻ മറ്റു ചോഴ സൈന്യാധിപന്മാർക്കിടയിൽ വലിയ മത്സരം നടന്നു. മത്സരത്തിൽ നിന്ന് അസൂയയും കുറ്റപ്പെടുത്തലുകളും ഉണ്ടായി. പഴയ തമിഴ്നാട്ടിൽ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ കാണുന്നത് വളരെ അപൂർവമാണ്. യുദ്ധക്കളത്തിലേക്ക് പോകുന്നതാരാണെന്ന കാര്യത്തിലാണ് മത്സരമുണ്ടാകാറ്. അതിൽ നിന്ന് ചിലപ്പോൾ അസൂയയും ശത്രുതയും വളരാൻ സാധ്യതയുണ്ട്. സിംഹളയിലേക്ക് പോയി മഹിന്ദനോട് പ്രതികാരം ചെയ്ത് ചോഴരുടെ വീര്യം നിലനിർത്തുന്നത് ആരാണെന്നതിനെക്കുറിച്ച് ചോഴനാട്ടിലെ തലവന്മാർക്കിടയിൽ മത്സരം നടന്നു. ഈ മത്സരം പൂർണ്ണമായി ഇല്ലാതാക്കി എല്ലാവരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി സുന്ദരചോഴന്റെ ഇളയപുത്രൻ അരുൾമൊഴിവർമ്മൻ മുന്നോട്ടു വന്നു. അപ്പാ,
പഴയാറൈ കൊട്ടാരത്തിൽ അത്തൈമാർക്കും പാട്ടിമാർക്കുമിടയിൽ ഇത്രയും കാലം ഞാൻ ഓമനയായി വളർന്നത് മതി. തെക്ക് ദിശയിലുള്ള സൈന്യത്തിന്റെ മഹാനായ സൈന്യാധിപനായി എന്നെ നിയമിക്കണം. സിംഹള യുദ്ധത്തിന് നേതൃത്വം വഹിക്കാൻ ഞാൻ തന്നെ ലങ്കയിൽ പോയി വരാം എന്ന് ഇളങ്കോ അരുൾമൊഴിവർമ്മൻ പറഞ്ഞു. അരുൾമൊഴിവർമ്മന് അപ്പോൾ 19 വയസ്സു മാത്രമായിരുന്നു പ്രായം. അദ്ദേഹം സുന്ദരചോഴന്റെ ഏറ്റവും ഇളയതും പ്രിയപ്പെട്ടതുമായ പുത്രനായിരുന്നു. പഴയാറൈ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന എല്ലാ രാജ്ഞിമാരുടെയും ഓമനക്കുട്ടി, ചോഴനാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഓമനക്കുട്ടി. സുന്ദരചോഴൻ നല്ല സുന്ദരമായ രൂപമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനായ അരിഞ്ചയർ ചോഴകുലത്തിന്റെ ശത്രുക്കളായിരുന്ന വൈദുംഭരായർ വംശത്തിലെ കല്യാണി എന്ന സ്ത്രീയുടെ ശരീരസൗന്ദര്യം കണ്ട് മോഹിച്ച് അവളെ വിവാഹം ചെയ്തു. അരിഞ്ചയർക്കും കല്യാണിക്കും പിറന്ന സുന്ദരചോഴന് മാതാപിതാക്കൾ നൽകിയ പേര് പരാന്തകനെന്നായിരുന്നു. അദ്ദേഹത്തിന്റെ രൂപത്തിന്റെ സൗന്ദര്യം കണ്ട് നാട്ടുകാരും നഗരവാസികളും സുന്ദരചോഴനെന്ന് വിളിച്ചു. ആ പേര് എല്ലാവരും അംഗീകരിച്ച പേരായി മാറി. അത്തരത്തിലുള്ള ഒരു രാജാവിന് പിറന്ന എല്ലാ മക്കളും സൗന്ദര്യമുള്ളവരായിരുന്നു. പക്ഷേ അവസാനം പിറന്ന അരുൾമൊഴിവർമ്മൻ സൗന്ദര്യത്തിലെല്ലാവരെയും കവച്ചുവെച്ചു. അദ്ദേഹത്തിന്റെ മുഖത്തുള്ള സൗന്ദര്യം മനുഷ്യർക്കുള്ളത് മാത്രമല്ലായിരുന്നു, ദിവ്യത്വമുള്ളതായിരുന്നു. അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ ചോഴവംശത്തിലെ രാജ്ഞിമാർ അദ്ദേഹത്തെ ഉമ്മവെച്ച് കവിളുകൾ തുടിപ്പിക്കുമായിരുന്നു. എല്ലാവരേക്കാളും കൂടുതലായി അദ്ദേഹത്തോട് വാത്സല്യമുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സഹോദരിയായിരുന്ന കുന്തവയ്ക്കായിരുന്നു. അരുൾമൊഴിയേക്കാൾ 2 വയസ്സ് മാത്രമാണ് മൂത്തവളായിരുന്നിട്ടുപോലും അനിയനെ വളർത്തേണ്ട ചുമതല തന്റെ തലയിലാണെന്ന് കുന്തവൈ ചിന്തിച്ചിരുന്നു. കുന്തവയ്ക്ക് തുല്യമായ സ്നേഹം അരുൾമൊഴിക്കുമുണ്ടായിരുന്നു. സഹോദരിയിട്ട അതിർ അനിയൻ ഒരിക്കലും കടക്കാറില്ല. ഇളയ റാണി ഒരു വാക്ക് പറഞ്ഞാൽ മതി, അതിന് വിപരീതമായി ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒരുമിച്ചു വന്നു പറഞ്ഞാൽ പോലും അരുൾമൊഴിവർമ്മൻ ഗൗനിക്കില്ല. സഹോദരിയുടെ വാക്ക് അനിയന് ദൈവത്തിന്റെ വാക്കായി പിന്നഴിക്കും. സഹോദരി തന്റെ അനിയന്റെ മുഖം ഇടയ്ക്കിടെ ഉറ്റുനോക്കുമായിരുന്നു. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, അവൻ ഉറങ്ങുമ്പോഴും മണിക്കൂറുകളോളം അവൾ നോക്കിയിരുന്നു. ഈ കുട്ടിക്ക് എന്തോ ഒരു ദിവ്യശക്തിയുണ്ട്, അതിനെ വെളിപ്പെടുത്തി പ്രകാശിപ്പിക്കേണ്ടത് എന്റെ ചുമതലയാണ് എന്ന് അവൾ ചിന്തിച്ചു. അനിയൻ ഉറങ്ങുമ്പോൾ അവന്റെ കൈത്തലങ്ങൾ അവൾ ഇടയ്ക്കിടെ എടുത്തുനോക്കും. ആ കൈകളിലുള്ള രേഖകൾ ശംഖിന്റെയും ചക്രത്തിന്റെയും രൂപത്തിൽ അവൾക്ക് തോന്നും. ആഹാ, ലോകത്തെ ഒരു കുടക്കീഴിൽ ഭരിക്കാൻ പിറന്നവനല്ലേ ഇവൻ എന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ ചോഴസിംഹാസനത്തിൽ ഇവൻ ഏറും എന്ന് ചിന്തിക്കാൻ പോലും സാഹചര്യമുണ്ടായിരുന്നില്ല. ഇവനേക്കാൾ മൂത്തവരും സ്ഥാനത്തിന് അർഹതയുള്ളവരുമായി 2 പേരുണ്ടായിരുന്നു. പിന്നെ ഇവൻ എവിടെ നിന്ന് രാജ്യമുണ്ടാകാനാണ്? ഏത് സിംഹാസനത്തിലാണ് ഇവൻ കയറാൻ പോകുന്നത്? ദൈവത്തിന്റെ തീരുമാനം എന്താണെന്ന് ആർക്കറിയാം? ലോകം വളരെ വലുതാണ്. എത്രയോ രാജ്യങ്ങൾ, എത്രയോ ദേശങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഭുജബലം കൊണ്ടും പരാക്രമം കൊണ്ടും ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോയി സിംഹാസനത്തിലേറി രാജ്യം ഭരിച്ചവരെക്കുറിച്ച് കഥകളിലും കാവ്യങ്ങളിലും നാം കേട്ടിട്ടില്ലേ? ഗംഗാനദി ഒഴുകുന്ന വംഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജകുമാരൻ തോണിയിൽ കയറി ലങ്കയിലേക്ക് പോയി ഭരിച്ചില്ലേ? 1000 വർഷം ആ സിംഹള രാജവംശം നിലനിന്നില്ലേ? ഇങ്ങനെ കുന്തവൈ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ലങ്കയിലേക്കയക്കുന്ന സൈന്യത്തിന് ആര് സൈന്യാധിപനാകണമെന്ന ചർച്ച ഉയർന്നപ്പോൾ അതിന് അരുൾമൊഴിയാണ് യോഗ്യൻ എന്ന തീരുമാനത്തിലെത്തി. അനിയ, അരുൾമൊഴി, നിന്നെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കുന്നത് എനിക്ക് എത്രയോ കഷ്ടമാണ്. എങ്കിലും ഞാൻ തന്നെ നിന്നെ പോകാൻ പറയേണ്ട സമയം വന്നിരിക്കുന്നു. ലങ്കയിലെ സൈന്യത്തിന്റെ തലവനായി നീയാണ് പോകേണ്ടത് എന്ന് അവൾ പറഞ്ഞു. യുവരാജാവ് സന്തോഷത്തോടെ ഇതിന് സമ്മതിച്ചു. കൊട്ടാര ജീവിതത്തിൽ നിന്നും അന്തഃപുരത്തിലെ സ്ത്രീകളുടെ ലാളനയിൽ നിന്നും എപ്പോഴാണ് രക്ഷപ്പെടുക എന്ന് അരുൾമൊഴിവർമ്മന്റെ മനസ്സ് വെമ്പൽ കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ചേച്ചി ഇപ്പോൾ പോകാൻ പറഞ്ഞിരിക്കുന്നു. ഇനി എന്ത് തടസ്സമാണുള്ളത്? കുന്തവൈ മനസ്സുവെച്ചാൽ ചോഴ സാമ്രാജ്യത്തിൽ നടക്കാത്തതായി ഒന്നുമില്ല. സുന്ദരചോഴ ചക്രവർത്തിക്ക് തന്റെ പ്രിയപ്പെട്ട പുത്രിയോട് അത്രയും സ്നേഹവും വിശ്വാസവുമാണ്. ഇളങ്കോ അരുൾമൊഴിവർമ്മൻ തെക്ക് ദിശയിലുള്ള ചോഴ സൈന്യത്തിന്റെ മഹാനായ സൈന്യാധിപനായി. ലങ്കയിലേക്കും പോയി. അവിടെ സൈന്യത്തിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് കുറച്ചുകാലം യുദ്ധം നടത്തി. പക്ഷേ യുദ്ധം എളുപ്പത്തിൽ തീരുന്നില്ലായിരുന്നു. അദ്ദേഹം യുദ്ധം ചെയ്ത രീതിയും മറ്റുള്ളവരുടെ യുദ്ധരീതിയും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു.
മാതൃരാജ്യത്ത് നിന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട പോലെ യുദ്ധോപകരണങ്ങളും മറ്റു സാമഗ്രികളും കൃത്യമായി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു തവണ മാതൃരാജ്യത്തേക്ക് വന്നിരുന്നു. അച്ഛനോട് പറഞ്ഞ് തന്റെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. വീണ്ടും ലങ്കയിലേക്ക് പോകാൻ ഒരുങ്ങി. അരുമയായ അനിയനെ യുദ്ധമുഖത്തേക്ക് അയക്കാൻ കുന്തവൈ ദേവി പഴയാറയിലെ പ്രധാന കൊട്ടാരത്തിൽ മംഗളകാര്യങ്ങൾ ഒരുക്കിയിരുന്നു. അരുൾമൊഴി പുറപ്പെട്ടപ്പോൾ കൊട്ടാരമുറ്റത്ത് വിദയഭേരികൾ മുഴങ്ങി, ശംഖനാദം മുഴങ്ങി, ചെറിയ വാദ്യങ്ങൾ ശബ്ദമുണ്ടാക്കി, ആശംസകൾ ആകാശത്തേക്ക് ഉയർന്നു. ചോഴകുലത്തിലെ അമ്മമാരെല്ലാം കൊട്ടാരത്തിലെ ഓമനക്കുട്ടിക്ക് അനുഗ്രഹം പറഞ്ഞ് നെറ്റിയിൽ മന്ത്രിച്ച ഭസ്മം തൊട്ട് ദൃഷ്ടിദോഷം നീക്കി യാത്രയാത്തി. കൊട്ടാര കവാടത്തിന്റെ മുൻവശത്ത് അരുൾമൊഴിവർമ്മൻ വീഥിയുടെ പടിയിൽ ഇറങ്ങേണ്ട സ്ഥലത്ത് കുന്തവൈ ദേവിയുടെ തോഴിമാർ കയ്യിൽ ദീപം കൊളുത്തിയ തളികകൾ ഏന്തിക്കൊണ്ടു നിന്നു. തോഴിമാരെന്നാൽ വെറുതെയാണോ? തെക്കേന്ത്യയിലെ പ്രശസ്തരായ പ്രഭുകുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. പഴയാറൈ കൊട്ടാരത്തിൽ ശെമ്പിയന്മാദേവിയെ ശുശ്രൂഷിക്കുന്നതും കുന്തവയുടെ തോഴിയായിരിക്കുന്നതും വലിയ ഭാഗ്യമായി അവർ കരുതിയിരുന്നു. അവരിൽ കൊടുമ്പാളൂർ ചെറിയ വേളാന്റെ മകളായ വാനതിയുമുണ്ടായിരുന്നു. യുവരാജാവ് കുറച്ചു ദൂരത്തുനിന്ന് വരുന്നത് കണ്ടപ്പോൾ ആ സ്ത്രീകൾക്കെല്ലാം മനസ്സിലകി. യുവരാജാവ് അടുത്തെത്തിയപ്പോൾ കൈയിലേന്തിയ തളികകൾ വട്ടം ചുറ്റി ആരതിയൊഴിഞ്ഞു. അപ്പോൾ വാനതിയുടെ ശരീരം മുഴുവൻ പെട്ടെന്ന് വിറച്ചു. കൈയിലിരുന്ന തളിക താഴെ വീണ്ടിട്ടണ്ണാർ എന്ന് ശബ്ദമുണ്ടാക്കി. അയ്യോ, ഇത് എന്തൊരു അഭിഷേകനമാണ് എന്ന ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ടായി. പക്ഷേ തളിക താഴെ വീണതിന് ശേഷവും അതിലെ ദീപം കത്തിക്കൊണ്ടിരുന്നത് കണ്ട് എല്ലാവർക്കും സമാധാനമായി. ഇത് നല്ലൊരു ശകുനമാണ് എന്ന് വയസ്സായവർ ഉറപ്പിച്ചു പറഞ്ഞു. ഒരു കാരണവുമില്ലാതെ ഭയവും പരിഭ്രമവും കാരണം തളിക താഴെയിട്ട ആ കുട്ടിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇളങ്കോ അരുൾമൊഴിവർമ്മൻ മുന്നോട്ടുപോയി. അദ്ദേഹം അപ്പുറത്തു പോയതും വാനതി ബോധരഹിതയായി താഴെ വീണു. അയ്യോ, ഇങ്ങനൊരു തെറ്റ് ചെയ്തു കളഞ്ഞല്ലോ എന്ന ചിന്തയാണ് വാനതിയെ അബോധാവസ്ഥയിലാക്കിയത്. കുന്തവഴിയുടെ ആജ്ഞപ്രകാരം അവിടെ മറ്റ് സ്ത്രീകൾ എടുത്തുകൊണ്ടുപോയി ഒരു മുറിയിലെ കട്ടിലിൽ കിടത്തി. കുന്തവൈ തന്റെ സഹോദരൻ പുറപ്പെടുന്നതുപോലും നോക്കാതെ അകത്തേക്ക് പോയി വാനതിയുടെ ബോധം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. കവാടത്തിൽ നിന്നുകൊണ്ട് വാനതി വീണത് കണ്ട അരുൾമൊഴിവർമ്മൻ താൻ കുതിരപ്പുറത്ത് കയറുന്നതിനു മുൻപ് വീണ ആ കുട്ടിക്കെങ്ങനെയുണ്ട്, ബോധം തെളിഞ്ഞോ എന്ന് ചോദിച്ചറിയാൻ ഒരാളെ അയച്ചു. ചോദിച്ചു വന്നയാളോട് കുന്തവൈ ദേവി യുവരാജാവിനോടിവിടെ വന്നൊന്ന് കണ്ടിട്ടു പോകാൻ പറ എന്ന് തിരിച്ചു പറഞ്ഞയച്ചു. സഹോദരിയുടെ വാക്ക് ഒരിക്കലും നിഷേധിക്കാത്ത യുവരാജാവ് അതുപോലെ തിരിച്ചു കൊട്ടാരത്തിലേക്ക് വന്നു. തന്റെ സഹോദരി വാനതിയെ നെഞ്ചോട് ചേർത്തുപിടിച്ച് ബോധം തെളിയിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ചേച്ചി, ഈ കുട്ടി ആരാണ്? ഇവരുടെ പേരെന്താണ് എന്ന് ഇളങ്ങോ ചോദിച്ചു. കൊടുമ്പാളൂർ ചെറിയ വേളാന്റെ മകളാണ്. ഇവരുടെ പേര് വാനതി. കുറച്ചു ഭയമുള്ള സ്വഭാവമാണ് എന്ന് കുന്തവൈ പറഞ്ഞു. അയ്യോ, ഇപ്പോ ഇവൾ ബോധം കെട്ടു വീണേന്റെ കാരണം മനസ്സിലായി. ഈ കുട്ടിയുടെ അച്ഛനല്ലേ ലങ്കയിലേക്ക് പോയി തിരിച്ചുവരാതെ യുദ്ധക്കളത്തിൽ മരിച്ചത്. അതോർത്ത് കാണും എന്ന് തോന്നുന്നു എന്ന് യുവരാജാവ് പറഞ്ഞു. അങ്ങനെയാകാം, പക്ഷേ ഇവളെക്കുറിച്ച് നീ വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. ലങ്കയിൽ പോയി വേഗം വിജയശ്രീലാളിതനായി തിരിച്ചുവരണം. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിവരങ്ങൾ അയച്ചു തരണം എന്ന് ഇളയറാണി പറഞ്ഞു. അങ്ങനെയാകട്ടെ, ഇവിടെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിലും എനിക്ക് വിവരമയക്കണം എന്ന് ഇളങ്കു പറഞ്ഞു. ഈ സമയം യുവരാജാവിന്റെ മനോഹരമായ ശബ്ദം കൊണ്ടാണോ എന്തോ വാനതിയുടെ ബോധം തെളിഞ്ഞ് ഓർമ്മ വരാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ ആദ്യം പതിയെ തുറന്നു. മുന്നിൽ യുവരാജാവിനെ കണ്ടതും കണ്ണുകൾ വലുതായി തുറന്നു. പിന്നീട് മുഖവും തെളിഞ്ഞു. അവളുടെ ചുവന്ന ചുണ്ടിൽ പ്രത്യക്ഷപ്പെട്ട പുഞ്ചിരി കാരണം കവിളുകൾ കുഴിഞ്ഞു. ബോധം വന്നതും നാണവും വന്നു. പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. തന്നെ ഇളയറാണി താങ്ങിപ്പിടിച്ചിരിക്കുന്നത് മനസ്സിലാക്കി അവൾ ലജ്ജിച്ചു. നടന്നതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഓർമ്മ വന്നു. ചേച്ചി, ഞാൻ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരുത്തിക്കൊണ്ടവൾ പറഞ്ഞു. ഇതിന് കുന്തവൈ മറുപടി പറയുന്നതിനു മുൻപ് യുവരാജാവ്, അതിനെക്കുറിച്ച് നീയൊന്നു വിഷമിക്കണ്ട വാനതി. തെറ്റുകൾ ആർക്കും സംഭവിക്കാറുണ്ട്. പിന്നെ നിനക്കങ്ങനെ സംഭവിക്കാൻ പ്രധാനപ്പെട്ട കാരണവുമുണ്ട്. അതുതന്നെയാണ് ഞാൻ ഇളയറാണിയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. താൻ കാണുന്നത് സത്യമാണോ, കേൾക്കുന്നത് യാഥാർത്ഥ്യമാണോ എന്ന സംശയം വാനതിക്ക് വന്നു. സ്ത്രീകളെ സാധാരണയായി നോക്കുക പോലും ചെയ്യാതെ പോകുന്ന യുവരാജാവാണോ എന്നോട് സംസാരിക്കുന്നത്, എനിക്ക് ആശ്വാസവാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്? എന്റെ ഭാഗ്യത്തെ ഞാൻ എന്താണ് പറയേണ്ടത്? ശരീരം കോരിത്തരിക്കുന്നു. വീണ്ടും ബോധം പോകുമെന്ന് തോന്നുന്നു. യുവരാജാവ്, ചേച്ചി, സൈന്യങ്ങൾ കാത്തുനിൽക്കുന്നു.
ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ എനിക്ക് വിവരമയക്കുമ്പോൾ ഈ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് കൂടി അറിയിക്കണം. അച്ഛനും അമ്മയുമില്ലാത്ത ഈ കുട്ടിയെ നന്നായി നോക്കിക്കൊള്ളണം എന്നു പറഞ്ഞിട്ട് യാത്രയായി. ഇവയെല്ലാം കുന്തവൈദേവിയുടെ മറ്റു തോഴിമാർ മുകളിലത്തെ നിലയിലുള്ള ജനലുകൾ വഴി നോക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ മനസ്സിൽ അസൂയയുടെ തീ ആളാൻ തുടങ്ങി. അന്നുമുതൽ കുന്തവൈ വാനതിയോട് പ്രത്യേക സ്നേഹം കാണിക്കാൻ തുടങ്ങി. അവളിൽ നിന്ന് പിരിയാതെ തന്റെ കൂടെ തന്നെ നിർത്തി. താൻ പഠിച്ച വിദ്യകളും കലകളും അവളെയും പഠിപ്പിച്ചു. എവിടെ പോയാലും അവളെ മറക്കാതെ കൂടെ കൊണ്ടുപോയി. കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലേക്ക് വാനതിയെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി കുന്തവൈ അവളോട് രഹസ്യങ്ങൾ സംസാരിച്ചു. തന്റെ അനിയന്റെ ഭാവിയിലെ മഹത്വത്തെക്കുറിച്ച് താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം അവളോടും പറഞ്ഞു. അതെല്ലാം വാനതിയും ശ്രദ്ധയോടെ കേട്ടു. മുകളിൽ പറഞ്ഞ സംഭവത്തിനു ശേഷം വാനതി പിന്നെയും 4-5 തവണ ബോധം കെട്ടുവീണു. അപ്പോഴെല്ലാം കുന്തവൈ അവൾക്കുചിതമായ ചികിത്സ ചെയ്ത് ബോധം തിരിച്ചുവരുമായിരുന്നു. ബോധം തെളിയുമ്പോൾ വാനതി വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുക. എന്താടി വിഡ്ഢി, എന്തിനാണിങ്ങനെ കരയുന്നത് എന്ന് കുന്തവൈ ചോദിക്കും. അറിയില്ല ചേച്ചി, ക്ഷമിക്കണം എന്ന് വാനതി പറയും. കുന്തവൈ അവളെ കെട്ടിപ്പിടിച്ച് ഉച്ചിയിൽ ഉമ്മ വെച്ച് ആശ്വസിപ്പിക്കും. ഇവയെല്ലാം മറ്റു സ്ത്രീകൾക്ക് കൂടുതൽ അസൂയ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് കുന്തവയും വാനതിയും രഥത്തിൽ കയറി കുടന്തൈ ജോൾസന്റെ വീട്ടിലേക്ക് പോയ ശേഷം ആ സ്ത്രീകൾ മുകളിൽ പറഞ്ഞതുപോലെ സംസാരിച്ചത് സ്വാഭാവികമല്ലേ? അധ്യായം 17. കുതിര പാഞ്ഞു. സ്വന്തം സഹോദരൻ അതുല്യനായ അരുൾമൊഴിവർമ്മന് അനുയോജ്യയായ വധു വാനതി മാത്രമാണെന്ന് കുന്തവീദേവി ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ വാനതിക്ക് ഒരു കുറവുണ്ടായിരുന്നു. അത് അവളുടെ ഭയമുള്ള സ്വഭാവമായിരുന്നു. വീരയോദ്ധാക്കളെ വിവാഹം ചെയ്യേണ്ടവൾ, ലോകത്തെ മുഴുവൻ ഒരു കുടക്കീഴിൽ ഭരിക്കാൻ പോകുന്ന മകനെ പ്രസവിക്കാൻ പോകുന്നവൾ, ഇങ്ങനൊരു ഭീരുവായിരിക്കാൻ പാടുണ്ടോ? അവളുടെ ഭീരുത്വം മാറ്റി അവളെ ധീരയും വീരയുമായൊരു മങ്കയാക്കി മാറ്റണമെന്ന് കുന്തവൈ ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് ഈ മുതലപ്പാവകളി അവൾ ഒരുക്കിയത്. പക്ഷെ ആ പരീക്ഷണത്തിൽ കൊടുമ്പാളൂരിലെ രാജകുമാരി വിജയിച്ചു. കുന്തവൈദേവിയും വാനതിയും കുടന്തയിലെ ജ്യോത്സ്യന്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയ ഉടൻ ഹംസക്കരയിലുള്ള ബോട്ടിൽ കയറി. ബോട്ട് കുറച്ചു ദൂരം സഞ്ചരിച്ചു. നദിയുടെ ഇരുവശവും മരങ്ങൾ നിറഞ്ഞ ഒരിടത്ത് ബോട്ട് നിർത്തി കുന്തവയും കൂട്ടുകാരികളും വെള്ളത്തിലിറങ്ങി കളിക്കുന്നത് പതിവാണ്. ഇന്നും അവർ അതേ സ്ഥലത്തിറങ്ങി. എല്ലാവരും ഇറങ്ങിയുടൻ കൂട്ടത്തിലൊരു പെൺകുട്ടി അയ്യോ മുതല എന്ന് നിലവിളിച്ചു. അവർ ഏതു വലിയ മരത്തിനടിയിലാണോ ഇറങ്ങിയത്, ആ മരത്തിന് മറുവശം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൾ മുതല മുതല എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. ഉടൻ തന്നെ എല്ലാ പെൺകുട്ടികളും അയ്യോ മുതല പേടിയാവുന്നു എന്നെല്ലാം നിലവിളിച്ചുകൊണ്ട് ഓടി. എന്നാൽ ഭയമുള്ളവളായ വാനതിക്ക് അപ്പോൾ തെല്ലും ഭയമുണ്ടായിരുന്നില്ല. തുറന്ന വായുള്ള ഭയങ്കരമായ മുതലയെ പെട്ടെന്ന് അരികിൽ കണ്ടിട്ടും അവൾ പേടിച്ചില്ല. മറ്റെല്ലാവരും കുന്തവൈദേവി പറഞ്ഞതുപോലെ ഭയമുള്ളതുപോലെ അഭിനയിച്ചിട്ടും വാനതിക്ക് പേടിയില്ലായിരുന്നു. ചേച്ചി, മുതലയ്ക്ക് വെള്ളത്തിലായിരിക്കുമ്പോൾ മാത്രമേ ശക്തിയുള്ളൂ. കരയിൽ കിടക്കുമ്പോൾ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവരോട് പേടിക്കാതിരിക്കാൻ പറയൂ എന്ന് കൊടുമ്പാളൂരിലെ രാജകുമാരി പറഞ്ഞു. അയ്യോ കള്ളി, ഇത് ശരിയായ മുതലയല്ല. മുതല പാവയാണെന്ന് നിനക്ക് മുൻപേ അറിയാമായിരിക്കും. ആരെങ്കിലും നിന്നോടത് പറഞ്ഞിരിക്കണം എന്ന് മറ്റു പെൺകുട്ടികൾ പറഞ്ഞു. യഥാർത്ഥ മുതലയായിരുന്നെങ്കിലും എനിക്ക് പേടിയില്ല. പല്ലിയെയും പാറ്റയും കണ്ടാലാണ് എനിക്ക് പേടിയാവുക എന്ന് വാനതി പറഞ്ഞു. ഇതേ സമയത്താണ് ആ പെൺകുട്ടികളെ ഭയങ്കരമായ മുതലയുടെ വായിൽ നിന്ന് രക്ഷിക്കാൻ വന്ദിദേവൻ അങ്ങോട്ട് വന്നത്. കുതിരയുടെ മുകളിൽ നിന്ന് ഒരൊറ്റച്ചാട്ടത്തിന് താഴെയിറങ്ങി ഓടിവന്നവൻ വേലായുധമെറിഞ്ഞു. മുതലയുടെ മുൻപിൽ വന്നു നിന്ന് ആ സുന്ദരിയായ യുവതി സംസാരിക്കുന്നത് കേട്ടപ്പോൾ വല്ലവരയ്യന്റെ ശരീരം കോരിത്തെരിച്ചു. കുടന്തയിലെ ജോച്ചന്റെ വീട്ടിൽ വെച്ച് അവളോട് സംസാരിക്കാൻ കഴിയാത്തതിലുള്ള സങ്കടം അവനപ്പോൾ മാറി. പക്ഷെ അവളുടെ പിന്നിൽ കിടന്ന ആ തുറന്ന വായുള്ള ഭയങ്കരമായ മുതല, അതവന് ഒരു മാനസിക വിഷമമുണ്ടാക്കിക്കൊണ്ടിരുന്നു. മുതലയുടെ മുൻപിൽ അവൾ വന്നു നിൽക്കാൻ കാരണമെന്താണ്? അതിനെപ്പറ്റി വിഷമിക്കേണ്ടെന്ന് അവൾ പറയുന്നതിന്റെ അർത്ഥമെന്താണ്? ഇത്രയും നേരം ആ മുതല അതേ സ്ഥലത്ത് കിടക്കുന്നതിനെന്താണ് കാരണം? ആ യുവതി വീണ്ടും സംസാരിച്ചു. അയ്യൂർ, കുടന്തയിലെ ജോസിന്റെ വീട്ടിൽ നിങ്ങൾ ധൃതിയിൽ കയറിയതിന് ക്ഷമ ചോദിച്ചിരുന്നു. അതിനൊരു മറുപടി പോലും പറയാതെ ഞങ്ങൾ പോന്നു. അത് കാരണം ചോളദേശത്തെ സ്ത്രീകൾക്ക് മര്യാദ അറിയുന്ന എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. എന്നോടൊപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിക്ക് പെട്ടെന്ന് തലകറങ്ങിയത് കാരണം ഞാൻ വിഷമത്തിലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങേക്ക് മറുപടി പറയാൻ കഴിയാതിരുന്നത്. അയ്യോ, എന്തൊരു മധുരമുള്ള ശബ്ദം! ഇവൾ സംസാരിക്കുന്നത് കേട്ട് എന്റെ ഹൃദയം എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടിക്കുന്നത്? എന്റെ തൊണ്ട വരളുന്നത് എന്തുകൊണ്ടാണ്? പുല്ലാങ്കുടലും വീണയും മദ്ദളവും പോർക്കൊട്ടാരങ്ങളും പോലും എന്നെ ഇത്രയും സന്തോഷിപ്പിച്ചിട്ടില്ലല്ലോ. എന്നെ ഇങ്ങനെയൊന്നും കുലുക്കിയിട്ടിട്ടില്ലല്ലോ. ഈ യുവതിയുടെ സംസാരം തടസ്സപ്പെടുത്തി എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചാൽ എന്തുകൊണ്ടാണ് എനിക്ക് കഴിയാത്തത്? എന്തുകൊണ്ടാണ് എന്റെ നാവ് ഇങ്ങനെ അണ്ണാകിൽ ഒട്ടിപ്പിടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കാറ്റോട്ടം പൂർണ്ണമായി നിലച്ചുപോയത്? ഈ അരിശിലാറിന്റെ ഒഴുക്ക് നിന്നത്?
പിന്നെയും മുതല, ഇതെന്തുകൊണ്ടാണിങ്ങനെ അനങ്ങാതെ കിടക്കുന്നത്? വന്ധ്യദേവന്റെ മനസ്സ് ഇങ്ങനെ അലയുമ്പോൾ ആ യുവതിയുടെ ശബ്ദം സ്വപ്നത്തിലതുപോലെ വീണ്ടും കേട്ടു. ഇപ്പോഴും ദുർബലരായ സ്ത്രീകളെ ഞങ്ങളെ രക്ഷിക്കാനാണല്ലോ നിങ്ങളിത് ചെയ്തത്. മുതൽവിടെ നേരെ വേലായുധമെറിഞ്ഞ് ഇത്രയും വേഗത്തിലും കൃത്യമായും വേലെറിയാൻ കഴിയുന്ന ധീരന്മാര് കാണാൻ പ്രയാസമാണ്. മരത്തിനടിയിൽ ഒതുങ്ങിനിന്ന് കേട്ടുകൊണ്ടിരുന്ന പെൺകുട്ടികൾ വീണ്ടും കിലിങ്ങി ചിരിച്ചു. ആ ചിരിയിൽ വന്ധ്യദേവന്റെ മോഹസ്വപ്നം തകർന്നു. ആ യുവതിയുടെ സംസാരമെന്ന മായാവലയം പൊടുന്നനെ അറ്റുപോയി. മുതലയെ അവൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. മുന്നിൽ നിൽക്കുന്ന യുവതിയെ ഒട്ടും ശ്രദ്ധിക്കാതെ അവൻ മുന്നോട്ട് നീങ്ങി മുതലയുടെ അടുത്തെത്തി. അതിന്റെ പുറത്ത് തുളച്ചു കയറിയ വേലായുധം അവൻ വലിച്ചൂരിയെടുത്തു. വേലായുധം തുളച്ച ദ്വാരത്തിലൂടെ രക്തം ചീറ്റിയൊഴുകിയില്ല. പിന്നെന്താണ് വന്നത്? കുറച്ചു വാഴനാരും പഞ്ഞിയും പുറത്തേക്ക് വന്നു. വീണ്ടും ആ ദുഷ്ടകളായ സ്ത്രീകൾ ചിരിച്ചു. ഇത്തവണ അവർ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. വല്ലവരെ എന്റെ ശരീരവും മനസ്സും ചെറുതായി. ഇങ്ങനെയൊരു അപമാനം അവൻ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല. ഇത്രയധികം പെൺകുട്ടികളുടെ മുന്നിൽ വെച്ചാണോ ഈ വലിയ അപമാനം? ഇവർ പെൺകുട്ടികളാണോ? അല്ല, അല്ല, ഇവർ രാക്ഷസിമാരാണ്. ഇവരുടെ അടുത്തേ നിൽക്കരുത്. ഇവരുടെ മുഖത്തേക്ക് നോക്കുകയുമരുത്. ഛീ, എന്റെ പ്രിയപ്പെട്ട വേലായുധമേ, നിനക്കാണോ ഈ ഗതി വന്നത്? ഇങ്ങനെയൊരു അപമാനമാണോ നിനക്ക് സംഭവിച്ചത്? ഇതെങ്ങനെ പരിഹരിച്ച് നിനക്ക് സംഭവിച്ച കളങ്കം തുടച്ചുമാറ്റും? ഇത്രയധികം ചിന്തകൾ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് വന്ധ്യദേവന്റെ മനസ്സിലൂടെ കടന്നുപോയി. അവിടെ നിന്ന് ചിരിച്ചവർ ആണുങ്ങളായിരുന്നുവെങ്കിൽ അവിടെ ഒരു യുദ്ധക്കളമുണ്ടാകുമായിരുന്നു. ചിരിക്കാൻ ധൈര്യം കാണിച്ചവർ ആ നിമിഷം ജീവൻ നഷ്ടമാക്കിയേനെ. അരിശിലാറിന്റെ ചുവന്ന രക്തപ്രവാഹത്തോടൊപ്പം അവരുടെ രക്തവും കലർന്നൊഴുകിയേനെ. പക്ഷേ ഇവർ സ്ത്രീകൾ. ഇവരെ എന്തു ചെയ്യാൻ കഴിയും? ഇവരെ വിട്ട് ഓടിപ്പോകുക എന്നതു മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. തന്റെ മനസ്സിനെ ഉള്ളക്കിവിട്ട യുവതിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ വന്ധ്യദേവൻ പാഞ്ഞോടി നദിയുടെ കരയിലേക്ക് കയറി. അവിടെ നിന്ന് അവന്റെ കുതിരയും ആ സമയം ഒരു കനത്ത ശബ്ദമുണ്ടാക്കി. കുതിരയും ആ സ്ത്രീകളോടൊപ്പം ചേർന്ന് തന്നെ നോക്കി ചിരിക്കുന്നതായി വന്ധ്യദേവന് തോന്നി. അതിനാൽ തന്റെ ദേഷ്യം മുഴുവൻ ആ കുതിരയുടെ മേൽ കാണിച്ചു. അതിന്റെ മുകളിൽ ചാടിക്കയറിയിരുന്ന് തലയിലെ കയറുകൊണ്ട് ചടേ ചടേ എന്ന് രണ്ടടി കൊടുത്തു. ആ ദേഷ്യമുള്ള കുതിര നദീക്കരയിലെ വഴിയിലൂടെ പറന്നു പാഞ്ഞു. കുറച്ചുനേരം വരെ കുന്തവൈദേവി കുതിര പോയ ദിശയിലേക്ക് നോക്കി നിന്നു. കുതിരയുണ്ടാക്കിയ പൊടി അടങ്ങുന്നതുവരെ നോക്കി നിന്നു. അതിനുശേഷം കൂട്ടുകാരികളിലേക്ക് തിരിഞ്ഞ്, പെൺകുട്ടികളെ, നിങ്ങൾക്കിപ്പോഴും മര്യാദ അറിയില്ല. നിങ്ങൾ അങ്ങനെ ചിരിക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിരിക്കാം. അന്യനായ ഒരു പുരുഷൻ വന്നിരിക്കുമ്പോൾ അടക്കത്തോടെ ഇരിക്കണ്ടേ? ചോളദേശത്തെ സ്ത്രീകളെപ്പറ്റി ആ യുവാവ് എന്തു വിചാരിച്ചാണ് പോകുന്നത് എന്നു പറഞ്ഞു. അധ്യായം 18. ഇടുമ്പൻകാരി. കൊള്ളിയിടം നദിയുടെ കടവിൽ ആഴ്വാർക്കടിയാൻ നമ്പി എന്ന തിരുമലയെ തനിച്ചാക്കിയാണല്ലോ നമ്മുടെ കഥ മുന്നോട്ടുപോയത്. വീരവൈഷ്ണവനായ അദ്ദേഹത്തിന് എന്തു സംഭവിച്ചുവെന്ന് നമുക്ക് നോക്കാം. വന്ധ്യദേവൻ കുതിരപ്പുറത്ത് കയറി കൊടന്തൈ നഗരം ലക്ഷ്യമാക്കി പാഞ്ഞുപോയപ്പോൾ അവൻ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ തിരുമല അതേ ദിശയിലേക്ക് നോക്കി നിന്നു. ശേഷം തന്നോട് തന്നെ പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ ഒരു ഭയങ്കരൻ തന്നെ. നാം ഒരു വഴിക്ക് ശ്രമിക്കുമ്പോൾ അവൻ മറ്റൊരു വഴിക്ക് ചിന്തിക്കുന്നു. അവൻ യഥാർത്ഥത്തിൽ ആരുടെ ആളാണ്, എന്തിനാണ് ഈ യാത്ര, എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. കടമ്പൂർ മാളികയിൽ നടന്ന ഗൂഢാലോചനയിൽ ഇവൻ പങ്കാളിയായിരുന്നോ എന്നും ഉറപ്പില്ല. എന്തായാലും കുടന്തയിലെ ജോത്സ്യനെക്കുറിച്ച് അവനോട് പറഞ്ഞുവച്ചത് നന്നായി. എനിക്ക് കണ്ടെത്താൻ കഴിയാത്ത രഹസ്യങ്ങൾ ഒരുപക്ഷെ ആ ജോത്സ്യനെങ്കിലും കണ്ടുപിടിക്കുമായിരിക്കും. നോക്കാം. സ്വാമി, അങ്ങ് ഈ ആൽമരത്തോടാണോ സംസാരിക്കുന്നത്? അതോ തനിയെ ഓരോന്ന് പറയുകയാണോ? ഈ ചോദ്യം കേട്ട് തിരുമല ഞെട്ടിത്തിരിഞ്ഞു. കടമ്പൂരിൽ നിന്ന് വന്ധ്യദേവന് കുതിരയെ കൊണ്ടുവന്ന പരിചാരകൻ തൊട്ടടുത്ത് നിൽക്കുന്നു. ഓ, അത് നീയായിരുന്നോ? ഞാൻ എന്നോട് തന്നെയോ ഈ മരത്തോടോ അല്ല സംസാരിച്ചത്. ഈ മരത്തിനു മുകളിൽ ഒരു വേതാളം ഇരിപ്പുണ്ട്. അവനുമായി ഒരു കുശലം പറയുകയായിരുന്നു. അങ്ങനെയോ? ആ വേതാളം ശൈവനാണോ വൈഷ്ണവനാണോ? പരിചാരകൻ കൗതുകത്തോടെ ചോദിച്ചു. അതുതന്നെ ഞാനും ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്ക് നീ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തി. വേതാളം എങ്ങോട്ടോ അപ്രത്യക്ഷനായി. അതുപോട്ടെ, നിന്റെ പേരെന്താ? അതെന്തിനാ സ്വാമി അറിയുന്നത്? കൊള്ളിടത്തിലെ ഒഴുക്കിൽ തോണിമറിയാതെ ഞങ്ങളെ രക്ഷിച്ചവനല്ലേ നീ? അങ്ങനെയുള്ളൊരു പുണ്യാത്മാവിനെ ഞാൻ ഓർത്തുവയ്ക്കണ്ടേ? എന്റെ പേര് ഇടുമ്പൻകാരി, അവൻ അല്പം മടിച്ചുകൊണ്ട് പറഞ്ഞു. ഇടുമ്പൻകാരിയോ? എവിടെയോ കേട്ടുമറന്ന പേരാണല്ലോ. അതു പറഞ്ഞതും ഇടുമ്പൻകാരി ഒരു വിചിത്രമായൊരു കാര്യം ചെയ്തു. അവന്റെ കൈപ്പത്തികൾ ഒന്നിനു മുകളിൽ ഒന്നായി കമിഴ്ത്തിവെച്ച് ഇരുവശത്തുമുള്ള പെരുവിരലുകൾ ചലിപ്പിച്ചു.
എന്നിട്ട് തിരുമലയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്താ ഇത്? എനിക്ക് ഈ ആംഗ്യം മനസ്സിലായില്ലല്ലോ. തിരുമല ഭാവഭേദമില്ലാതെ പറഞ്ഞു. അപ്പോൾ ഇടുമ്പൻകാരിയുടെ കറുത്ത മുഖം ഒന്നുകൂടി കടുത്തു. അവന്റെ പുരികങ്ങൾ വളഞ്ഞോ. ഞാൻ ഒരു ആംഗ്യവും കാണിച്ചില്ലല്ലോ. കാണിച്ചു, ഞാൻ കണ്ടതല്ലേ. ഭാരതനാട്യത്തിൽ മഹാവിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരത്തെ കാണിക്കാൻ ഒരു മുദ്രയുണ്ട്. അതുപോലൊന്ന് നീ കാണിച്ചല്ലോ. വിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരമോ? അതെന്താ? എനിക്കറിയില്ല സ്വാമി. അതറിയില്ലേ? മത്സ്യാവതാരം. ഓ, മീനിനെയാണോ അങ്ങ് പറയുന്നത്? അതെ, അതുതന്നെ. എന്റെ ഭാഗ്യം. സ്വാമിയുടെ കണ്ണുകൾ എന്തൊരു വിചിത്രമാണ്. വെറും മരത്തിനു മുകളിൽ വേതാളവും എന്റെ വെറും കയ്യിൽ മത്സ്യാവതാരവും. ഒരുപക്ഷെ സ്വാമിക്ക് മീനിനോട് വല്ല കൊതിയുമുണ്ടോ? ഛേ, അങ്ങനെയൊന്നും പറയരുത്. അതുപോട്ടെ, നമ്മുടെ കൂടെ തോണിയിലൊരു വീരശൈവനുണ്ടായിരുന്നല്ലോ. അയാൾ ഏതു വഴിയാണ് പോയതെന്ന് നീ കണ്ടോ? കാണാതെ പിന്നെ. ഞാൻ കുതിരയെ വാങ്ങാൻ പോയ വഴിയാണ് അയാളും വന്നത്. അങ്ങയെക്കുറിച്ച് ഒരുപാട് ചീത്ത പറഞ്ഞുകൊണ്ടാണ് ആൾ വന്നത്. എന്നെക്കുറിച്ചോ? എന്തു പറഞ്ഞു? അങ്ങ് ഇനി കണ്ടാൽ ആ മുൻകുട്ട് വടിച്ച് തല മൊട്ടടിക്കുമത്രേ. ഓ, അങ്ങനെ ഒരു പണി കൂടി അയാൾക്ക് വശമുണ്ടോ? അങ്ങയുടെ ശരീരത്തിലെ വൈഷ്ണവനാമങ്ങളെല്ലാം മായിച്ച് ഭസ്മം പൂച്ചുമെന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കണ്ടേ മതിയാവൂ. അയാളുടെ നാടേതാണെന്ന് എനിക്കറിയാമോ? പുള്ളിരിക്കും മേളൂരാണെന്ന് അയാൾ തന്നെ പറഞ്ഞു. എങ്കിൽ ആ വീരശൈവനെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. നീ ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ഒരുപക്ഷേ നീയും ആ വഴിക്കാണോ? ഇല്ലില്ല, ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത്? എനിക്ക് കൊള്ളിടം കടന്ന് തിരിച്ച് കടമ്പൂരിലേക്ക് പോകണം. അല്ലെങ്കിൽ യജമാനൻ എന്റെ കണ്ണു ചുഴിഞ്ഞെടുക്കില്ലേ? എങ്കിൽ പെട്ടെന്ന് തിരിച്ചുപോയിക്കോ. അതാ തോണി അക്കരയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു. ഇടുമ്പൻകാരി തിരിഞ്ഞു നോക്കിയപ്പോൾ തിരുമല പറഞ്ഞത് ശരിയാണെന്ന് കണ്ടു. തോണി പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. ശരി സ്വാമി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇടുമ്പൻകാരി കടവിലേക്ക് വേഗത്തിൽ നടന്നു. പകുതി വഴിക്ക് വെച്ച് അവൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും തിരുമല ഒരു അത്ഭുതകരമായൊരു കാര്യം ചെയ്തിരുന്നു. ഒരണ്ണാനെപ്പോലെ അയാൾ ആ ആൽമരത്തിലേക്ക് പാഞ്ഞു കയറി ഇലകൾ തിങ്ങി നിറഞ്ഞ ഒരു കൊമ്പിൽ ആരും കാണാത്ത വിലം ഒളിച്ചിരുന്നു. അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയ ഇടുമ്പൻകാരിക്ക് അയാളെ കാണാൻ കഴിഞ്ഞില്ല. ഇടുമ്പൻകാരി കടവിലെത്തി. തോണിക്കാരന് ഒരാൾ ചോദിച്ചു, അക്കരയ്ക്ക് വരുന്നോ? ഇല്ല, ഞാൻ അടുത്ത തോണിയിൽ വന്നോളാം, നീ പൊയ്ക്കോ, ഇടുമ്പൻകാരി പറഞ്ഞു. ഇത്രയുള്ളോ? നീ വരുന്ന വേഗത കണ്ടിട്ടല്ലേ ഞാൻ തോണി നിർത്തിയത് എന്ന് പറഞ്ഞ തോണിക്കാരൻ കോലൂന്നി തോണി നദിയിലേക്ക് നീക്കി. ഇതിനിടയിൽ ആൽമരത്തിൽ സുരക്ഷിതമായി ഒളിച്ചിരുന്ന തിരുമല മനസ്സിൽ പറഞ്ഞു, ഓഹോ, ഞാൻ വിചാരിച്ചത് ശരിയായി. ഇവൻ തോണിയിൽ കയറിയില്ല. ഇവൻ തിരികെ വരും. എന്നിട്ടെങ്ങോട്ട് പോകുന്നതെന്ന് കാണണം. അവന്റെ കൈകൾ മത്സ്യമുദ്ര കാണിച്ചത് ഞാൻ വ്യക്തമായി കണ്ടതാണ്. എന്താണതിന്റെ അർത്ഥം? മത്സ്യം. അത് പാണ്ഡ്യരാജന്മാരുടെ കൊടിയടയാളമല്ലേ? ഒരുപക്ഷെ അങ്ങനെയും സംഭവിക്കുമോ? നോക്കാം. ക്ഷമയോടെ കാത്തിരിക്കാം. ക്ഷമയുള്ളവൻ ഭൂമി ഭരിക്കും. ഇടത്തു ചാടുന്നവൻ കാടു ഭരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഭൂമി ഭരിക്കുന്നതിനേക്കാൾ നല്ലത് കാടു ഭരിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്നാലും കാത്തിരുന്ന് കാണാം. ഇങ്ങനെ ആൾമരത്തിലെ അദൃശ്യനായ വേതാളത്തോട് തിരുമല സംസാരിച്ചുകൊണ്ടിരുന്നു. അധികം വൈകാതെ അയാൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. തോണി ഇടുമ്പൻകാരിയെ ഏറ്റാതെ മറുകരയിലേക്ക് പോയി. ഇടുമ്പൻകാരി നദീതീരത്ത് നിന്ന് ആൽമരച്ചുവട്ടിലേക്ക് സംശയത്തോടെ നോക്കി. പിന്നെ നാലുപാടും കണ്ണോടിച്ചു. ആഴ്വാർക്കടിയാൻ പരിസരത്തെങ്ങുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ തിരികെ ആൽമരച്ചുവട്ടിലേക്ക് തന്നെ വന്നു. ഒരിക്കൽ കൂടി ചുറ്റും നോക്കി. ആരും വരുന്നില്ലെന്നുറപ്പിച്ച് അവൻ ആ മരച്ചുവട്ടിലിരുന്നു. ആരെയോ കാത്തിരിക്കുന്നതുപോലെ അവന്റെ കണ്ണുകൾ നാലുപാടും പരതിക്കൊണ്ടിരുന്നു. പക്ഷേ മുകളിലേറ്റു മാത്രം അവൻ നോക്കിയില്ല. ഇനി നോക്കിയിരുന്നാൽ തന്നെ തിരുമല ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നതിനാൽ അവനെ കാണാനും സാധിക്കുമായിരുന്നില്ല. ഏകദേശം ഒരു നാഴിക കടന്നുപോയി. തിരുമലയുടെ കാലുകൾക്ക് മരവിപ്പ് തോന്നിത്തുടങ്ങി. അധികനേരം മരത്തിനു മുകളിലിരിക്കാൻ കഴിയില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഇടുമ്പൻകാരിയാകട്ടെ എഴുന്നേൽക്കുന്ന ലക്ഷണമൊന്നും കാണിക്കുന്നുമില്ല. എങ്ങനെ രക്ഷപ്പെടും? എത്ര ശ്രദ്ധയോടെ മരത്തിന്റെ മറുവശത്തുകൂടി ഇറങ്ങിയാലും ചെറിയൊരു ശബ്ദമെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. ശബ്ദം കേട്ടാൽ ഇടുമ്പൻകാരി കണ്ടുപിടിക്കും. അവന്റെ അരയിൽ മൂർച്ചയേറിയ ഒരു കൊടുവാൾ തിരികെ വച്ചിട്ടുണ്ട്. അത് തനിക്കെതിരെ പ്രയോഗിക്കില്ലെന്ന് എന്തുറപ്പ്? എന്തു ചെയ്യും? ഒരു പിശാചിനെപ്പോലെ അലറിക്കൊണ്ട് അവന്റെ മുകളിലേക്ക് ചാടിയാലോ? തന്നെ വേതാളമാണെന്ന് കരുതി അവൻ പേടിച്ച് ബോധം കെട്ടു വീണേക്കാം. അല്ലെങ്കിൽ ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കും. ആ തക്കത്തിന് തനിക്കും രക്ഷപ്പെടാം. ഇങ്ങനെ ഓരോന്നാലോചിച്ചിരിക്കുമ്പോൾ തന്റെ കാത്തിരിപ്പിന് അവസാനമായി എന്ന് തിരുമലയ്ക്ക് തോന്നി. തെക്കുപടിഞ്ഞാർ ദിശയിൽ നിന്ന്, അതായത്
കുടന്തയിലേക്കുള്ള വഴിയിലൂടെ ഒരാൾ വരുന്നുണ്ടായിരുന്നു. അവനെ കാത്തിരിക്കുകയായിരുന്നു ഇടുമ്പൻകാരി എന്ന് തിരുമലയുടെ മനസ്സു പറഞ്ഞു. പുതിയ ആൾ വരുന്നത് കണ്ടതും ആൽമരച്ചുവട്ടിലിരുന്ന ഇടുമ്പൻകാരി എഴുന്നേറ്റു നിന്നു. വന്നയാൾ മുൻപ് ഇടുമ്പൻകാരി കാണിച്ച അതേ ആംഗ്യം കാണിച്ചു. ഒരു കൈപ്പത്തിക്ക് മുകളിൽ മറ്റേ കൈപ്പത്തി കമഴ്ത്തിവെച്ച് 2 പെരുവിരലുകളും ചലിപ്പിച്ച് മത്സ്യമുദ്ര കാണിച്ചു. അത് കണ്ട ഇടുമ്പൻകാരിയും അതുപോലെ തിരികെ കാണിച്ചു. പേരെന്താ? വന്നയാൾ ചോദിച്ചു. ഇടുമ്പൻകാരി. നിങ്ങളുടെ പേരോ? സോമൻ ശാംഭവൻ. നിങ്ങളെ തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. ഞാനും നിന്നെ അന്വേഷിച്ചാണു വന്നത്. നമ്മൾ ഏത് ദിശയിലേക്കാണ് പോകേണ്ടത്? പടിഞ്ഞാറ് ദിശയിലേക്ക്. എവിടേക്ക്? ശത്രുവിന്റെ പള്ളിപ്പടയിലേക്ക്. തിരുപ്പുറമ്പയത്തിനടുത്തുള്ള. ഉറക്കെ സംസാരിക്കരുത്, ആരെങ്കിലും കേൾക്കാൻ സാധ്യതയുണ്ട് എന്നു പറഞ്ഞ് സോമൻ ശാംഭവൻ നാലുപാടും നോക്കി. ഇവിടെ ആരുമില്ല. ഞാൻ നേരത്തെ ഉറപ്പുവരുത്തിയതാണ്. അടുത്തൊന്നും ആർക്കും ഒളിച്ചിരിക്കാൻ സ്ഥലമില്ലല്ലോ. ഒരിടവുമില്ല. എങ്കിൽ പുറപ്പെടാം. എനിക്ക് വഴി അത്ര വ്യക്തമല്ല. നീ മുന്നിൽ നടക്ക്, ഞാൻ കുറച്ചു പിന്നാലെ വരാം. ഇടയ്ക്കിടെ ഞാൻ പിന്നിലുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കിപ്പോകണം. അതുപോലെ ചെയ്യാം. വഴി അത്ര നല്ലതല്ല. കാടും മേടും മുള്ളും കല്ലും നിറഞ്ഞതാണ്. സൂക്ഷിച്ചു നടക്കണം. ശരി ശരി, നീ നടക്ക്. കാട്ടുവഴിയാണെങ്കിലും ആരെങ്കിലും എതിരിവര വന്നാൽ എവിടെയെങ്കിലും മറഞ്ഞു നിൽക്കണം. മനസ്സിലായോ? മനസ്സിലായി. ഇടുമ്പൻകാരി കൊള്ളിടം നദിയുടെ കരയിലൂടെ പടിഞ്ഞാറ് ദിശയിലേക്ക് നടന്നു. അല്പം പിന്നിലായി. സോമൻ ശാംഭവനും അവനെ പിന്തുടർന്നു. അവർ കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ ആഴ്വാർക്കടിയാൻ മരത്തിനു മുകളിൽ തന്നെ ഇരുന്നു. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട്. ഹോ, എത്ര മോശമാണ് കാലം. വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഏതോ ഒരു വലിയ രഹസ്യം കണ്ടെത്താൻ ദൈവം തനിക്ക് ഒരവസരം തന്നിരിക്കുന്നു. ഇനി ബാക്കിയെല്ലാം തന്റെ സാമർഥ്യം പോലെയിരിക്കും. കടമ്പൂർ മാളികയിൽ വെച്ച് കാര്യങ്ങൾ പകുതി മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. ഇവിടെ അങ്ങനെയൊരബദ്ധം പറ്റരുത്. തിരുമല പള്ളിപ്പട എന്നാൽ ഗംഗാരാജാവായ തൊദ്ധമീപതിയുടെ പള്ളിപ്പടയെക്കുറിച്ചാകണം അവർ പറയുന്നത്. ആ പള്ളിപ്പട നിർമ്മിച്ചിട്ട് 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് ജീർണിച്ചു കിടക്കുകയാണ്. ചുറ്റും കാട് കയറി കിടക്കുന്നു. ഗ്രാമമാകട്ടെ കുറച്ച് അകലെയാണ്. എന്തിനാണിവർ അങ്ങോട്ടു പോകുന്നത്? ഇവർക്ക് 2 പേർക്കും മാത്രമുള്ള രഹസ്യമായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് സംസാരിക്കാമായിരുന്നല്ലോ. കാട്ടിലൂടെ ഒരു കാതം ദൂരം പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ വേറെയും ആളുകൾ വരുമെന്നുറപ്പ്. എന്തിനായിരിക്കും? പൃഥ്വിപതിയുടെ പള്ളിപ്പടയെ ശത്രുവിന്റെ പള്ളിപ്പട എന്ന് ഇവരിൽ ഒരാൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? പൃഥ്വിപതി ആരുടെ ശത്രുവാണ്? ഹാ, ഞാൻ സംശയിച്ചത് സത്യമാകാൻ പോകുന്നു. എന്തായാലും നേരിൽ കണ്ടു തന്നെ അറിയാം. അവർ കൊള്ളിടം നദിയുടെ കരയിലൂടെ പോകുന്നു. തനിക്ക് മണ്ണിയാർ നദിയുടെ കരയിലൂടെ പോകാം. അവിടെ കാടിനൽപ്പം കട്ടികൂടിയാലും പ്രശ്നമില്ല. കാടും മേടും മുള്ളും കല്ലുമൊന്നും തനിക്കൊരു തടസ്സമല്ലല്ലോ. അവ തന്നെയോർത്ത് ഭയപ്പെടട്ടെ. ഇങ്ങനെയെല്ലാം മനസ്സിൽ കണക്കുകൂട്ടി ചുണ്ടിൽ ചെറുതായി മന്ത്രിച്ചുകൊണ്ട് തിരുമല ആൽമരത്തിൽ നിന്ന് ഇറങ്ങി. അല്പം തെക്കോട്ട് നടന്നപ്പോൾ മണ്ണിയാർ നദിയെത്തി. അതിന്റെ കരയിലൂടെ അയാൾ പടിഞ്ഞാറോട്ട് നടന്നു. വിജനമായ ഘോരവനത്തിലൂടെ സഞ്ചരിച്ച് സൂര്യാസ്തമയ സമയമായപ്പോഴേക്കും ആഴ്വാർക്കടിയാൻ തിരുപ്പുറമ്പയത്തെ പള്ളിപ്പടിയുടെ അടുത്തെത്തി.